ഹലോ ഓൾ, വെൽക്കം ടു ദി ക്ലാസ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വാസ് ദ ഐഡിയ ഓഫ് മോഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് വാട്ട് വി ഡിസ്കസ്ഡ് വാസ് ദ ഐഡിയ ഓഫ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് വാട്ട് ഈസ് ദ ഐഡിയ ഓഫ് മോഷൻ ആൻഡ് വാട്ട് ഈസ് ദ റെഫറൻസ് പോയിൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഈ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രീ റെക്വസിറ്റ്സ് ആണ്. എന്തിനു വേണ്ടിയുള്ള പ്രീ റെക്വസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പഠിക്കേണ്ടുന്ന നിങ്ങളുടെ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. മോഷനകത്ത് നിങ്ങൾക്ക് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. മോഷൻ കഴിഞ്ഞ അടുത്ത ഐഡിയ ഈസ് കോൾഡ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു വർക്ക് ഓൺ സംതിങ് എൽസ് വിച്ച് ഈസ് കോൾഡ് ഫോഴ്സ്. കാരണം ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന 3 ലോസ്, അതായത് ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമം, 2-ാം ചലന നിയമം, 3-ാം ചലന നിയമം എന്നീ പറയുന്ന 3 ലോസും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈസ് റിലേറ്റഡ് ടു ഫോഴ്സുമായിട്ട് അല്ലെങ്കിൽ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഐഡിയ ആണ്. സോ കൃത്യമായിട്ട് നമുക്ക് ഫോഴ്സ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പറയുന്ന ലോസ് ഓഫ് മോഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ ഈസ് ഫോഴ്സ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആശയം ഫോഴ്സ് എന്ന് പറയുന്ന ആശയമാണ്. ഫോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ജനറലി എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു സാധനമുണ്ട്, പുഷ് ആൻഡ് പുൾ. ഒരു കഥവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതിന് പുഷ് ചെയ്യുന്ന പുള്ളി ചെയ്യുന്ന ഫോട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ചെയ്യും. ഇത് തന്നെയാണ് എയ്തർ പുഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുള്ള് ചെയ്യുന്നതോ ആയ ഐഡിയ ആണ് നമ്മൾ എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇസ് ഡിഫൈൻഡ് ആസ് എ പുഷ് ഓർ എ പുൾ എക്സേർട്ടഡ് ഓൺ ആൻ ഒബ്ജെക്റ്റ് റിസൾട്ടിങ് ഫ്രം ഇറ്റ്സ് ഇൻറ്ററാക്ഷൻ വിത്ത് അനദർ ഒബ്ജെക്റ്റ്. നമ്മളൊരു ഡോറ് തള്ളി തുറക്കുന്നു. സോ വി ആർ പുഷിങ് എ ഡോർ ആൻഡ് മേക്കിംഗ് ഇറ്റ് ഓപ്പൺ. സോ നമ്മൾ ആ പുഷിലൂടെ കൊടുക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഫോഴ്സ്. അല്ല, നമ്മളൊരു ഡോറ് പുള്ളി ചെയ്ത് തുറക്കുന്നു, which means we are giving a force and that is making the object move or interact. ഓക്കെ, അപ്പോൾ ഒരു പുഷോ പുള്ളോ കൊടുത്ത് ഒരു ഒബ്ജക്റ്റിനെ ഒരു ഇൻ്ററാക്ഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. ശരി, എടാ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, ഒരാൾ ഒരു ബോക്സ് തള്ളുന്നുണ്ട്. സോ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? ഇദ്ദേഹമാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ആൻഡ് ഫോഴ്സ് കൊടുക്കുന്നത് ആർക്കാണ്? ഈ ബോക്സിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഈ ബോക്സ് ആരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട്? ഈ തറയിലുള്ള, ഈ ബോക്സ് ഇരിക്കുന്നത് ഒരു തറയിലായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിലായിരിക്കുമല്ലോ. ഈ ഗ്രൗണ്ടുമായിട്ട് ആര് ഇൻ്ററാക്ട് ചെയ്തു? ബോക്സ് ഇൻ്ററാക്ട് ചെയ്തു, ബിക്കോസ് ബോക്സ് മൂവ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഓക്കെ, സോ പുഷ് ഓർ എ പുൾ റിസൾട്ടിങ് ഫ്രം ആൻ ഇൻറ്ററാക്ഷൻ വിത്ത് അനദർ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻ്ററാക്ഷൻ കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ പുഷും പുള്ളും കൊണ്ടുണ്ടാവുന്ന ഒരു ചേഞ്ചിനെ അല്ലെങ്കിൽ റിസൾട്ടിങ് ഇൻ എ ചേഞ്ച് ഈസ് കോൾഡ് ദ ഐഡിയ ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ആൻഡ് മോർ ഓവർ ഞാൻ ഇതിൻ്റെ കൂടെ ഒരാളൂടെ പറഞ്ഞു, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ഓൾസോ ഒബേ വെക്ടർ ലോസ് ഓഫ് അഡിഷൻ, അത് പാരലോഗ്രാം ലോയും ആൻഡ് മോർ ഓവർ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഒബേ ചെയ്യുന്നവരായിരിക്കണം. ഇനി ഫോഴ്സ് എന്ന് പറയുന്ന സാധനം, ഞാൻ ഈ ബോക്സിൽ കൊടുക്കുന്ന ബലം എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണെന്ന് ഇരിക്കട്ടെ. 10 ന്യൂട്ടൺ ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഐ എം ഗിവിങ് ടു ദിസ് ബോക്സ്. അങ്ങനെയാണെങ്കിൽ ഈ 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 10 ന്യൂട്ടൺ കൊടുക്കാം, വിച്ച് മീൻസ് ആ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ ഇതായിരിക്കും. അല്ല, മൈനസ് 10 ന്യൂട്ടൺ കൊടുക്കാം. പ്ലസ് 10 ന്യൂട്ടൺ ഈ ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് 10 ന്യൂട്ടൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ഫോഴ്സ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്, ബിക്കോസ് ഓഫ് ദ സയൻറ്റിസ്റ്റ് ഹു ഹാവ് ക്രിയേറ്റഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോഴ്സിൻ്റെ ഐഡിയയെക്കുറിച്ചൊരു എലാപ്സ്ഡ് ഐഡിയ ജനറേറ്റ് ചെയ്തത് കൊണ്ട് ആൻഡ് ദാറ്റ് വാസ് ഡൺ ബൈ ന്യൂട്ടൺ. അതുകൊണ്ടാണ് ഈ പറയുന്ന ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തെന്നെഴുതുന്നത്, ന്യൂട്ടൺ എന്നെഴുതുന്നത്. ഞാൻ നിങ്ങളെ യൂണിറ്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ന്യൂട്ടൺ എന്ന പേരാണ്. ന്യൂട്ടൺ എന്ന പേര് മൊത്തത്തിലൊരു യൂണിറ്റ് ആയിട്ട് എഴുതണമെങ്കിൽ n സ്മോൾ ആയിട്ട് എഴുതണം. ആൻഡ് ഇഫ് യു വോണ്ട് ടു റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എ യൂണിറ്റ് only by taking the first
ലെറ്റർ ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് ക്യാപിറ്റൽ N. ഐ തിങ്ക് അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പറയുന്ന ഫോഴ്സിൽ പിന്നെ പറയാനുള്ളത്, ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷോ പുള്ളോ ആണെന്ന് പറഞ്ഞു, വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു, യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. അത്രയും നിൽക്കട്ടെ. ബാക്കി ഇതിനെക്കുറിച്ചുള്ള എലാബറേറ്റ് ആയിട്ടുള്ള ഐഡിയ നമ്മൾ എവിടെ പഠിക്കും? ലോസ് ഓഫ് മോഷനിൽ പഠിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഈ ബേസിക് അറിവ് മതി. ഈ അറിവ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീഫർബിഷ് ചെയ്യും ഇൻ ദ കേസ് ഓഫ് ലോസ് ഓഫ് മോഷൻ. ഓക്കെ, നൗ കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. എടാ, ഇതൊരു ഫോഴ്സിൻ്റെ കാറ്റഗറൈസേഷൻ ആണ്. മീൻസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമുക്ക് ഫോഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം, കോണ്ടാക്ട് ഫോഴ്സ് എന്നും നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നും. ഇയാൾ ഈ പറയുന്ന പുഷ് ചെയ്യുന്ന സാധനം ഇസ് എ കോണ്ടാക്ട് ഫോഴ്സ്. എന്തുകൊണ്ടാണ് ഇതിനെ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്? ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്ന ബോഡിയും ഫോഴ്സ് കൊടുക്കുന്ന ആളും തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ട്. സോ ദിസ് ഇസ് എ കോണ്ടാക്ട് ഫോഴ്സ്. സോ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് വെൻ ഒബ്ജക്ട് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഈസ് കോൾഡ് എ കോണ്ടാക്ട് ഫോഴ്സ്. ഇവിടെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇവിടെ പുള്ളി ചെയ്യുന്നു. ആൻഡ് മോർ ഓവർ ഈ പുള്ളി ചെയ്യുന്നത് ഒരു റോപ്പിലാണ്. സോ ഹീ ഈസ് മേക്കിംഗ് കോണ്ടാക്ട് വിത്ത് റെസ്പെക്ട് ടു ദ തിങ് ദാറ്റ് ദ ഫോഴ്സ് ഈസ് ബീങ് ഗിവൺ ഓൺ. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ആ പറയുന്ന വസ്തുവിൽ ഇയാൾ കൃത്യമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോണ്ടാക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് ഈ പറയുന്ന സാധനം എന്താണ്? ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇനി എന്താ നോൺ കോണ്ടാക്ട് ഫോഴ്സ്? ഈ പറയുന്ന ഫോഴ്സ് തമ്മിൽ എന്ത് ചെയ്യണമെന്നില്ല, കോണ്ടാക്ട് തമ്മിൽ ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ആപ്പിൾ താഴേക്ക് വീഴുന്നതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. സോ ഒരു ആപ്പിൾ താഴേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല, ഓർ നോട്ട് ഇഫക്റ്റീവ്ലി കോണ്ടാക്ടിങ് വിത്ത് ദ ആപ്പിൾ. പിന്നെ എന്താ ചെയ്യുന്നത്? ദർ ഇസ് എ ഫീൽഡ് ആൻഡ് ദാറ്റ് ഫീൽഡ് ഈസ് പുള്ളിങ് ഇറ്റ് ഡൗൺ. അല്ലെങ്കിൽ ആ ഫോഴ്സ്, ആ ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആപ്പിളിനെ താഴേക്ക് എത്തിക്കുന്നത്. വിച്ച് മീൻസ്, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോഴ്സ്, ഈ പറയുന്ന ഫോഴ്സ് കൊടുക്കുന്ന ആളും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒബ്ജക്റ്റും തമ്മിൽ ഫിസിക്കലി ഇൻ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ അതിനെ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയാം. അല്ല, ഈ പറയുന്ന ഫോഴ്സ് കൊടുക്കുന്ന ആളും ഫോഴ്സ് കിട്ടുന്ന ആളും തമ്മിൽ ഇഫക്റ്റീവായൊരു കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയും. ഇനി ഇത് താഴെ പറഞ്ഞേക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ സാധനമാണ്. ഫോഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ന്യൂട്ടൺ ആണ് എഴുതിയേക്കുന്നത്, ശ്രദ്ധിച്ചാൽ മതി. N സ്മോൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ N. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും മനസ്സിലായി. ഇനി കോണ്ടാക്ട് ഫോഴ്സിനും നോൺ കോണ്ടാക്ട് ഫോഴ്സിനും നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്നതാണ് കോണ്ടാക്ട് ഫോഴ്സ്. മസ്കുലർ ഫോഴ്സ്, ഈ കൊടുക്കുന്ന സാധനമാണ് മസ്കുലർ ഫോഴ്സ്. 2 ഫ്രിക്ഷണൽ ഫോഴ്സ്, ഈ പറയുന്ന പെട്ടി അല്ലെങ്കിൽ താഴെ നിരങ്ങി നീങ്ങുമ്പോൾ ഈ പറയുന്ന താഴെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഭൂമിയുടെ ഫ്രിക്ഷൻ ഈ പറയുന്ന ബോക്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ദാറ്റ് ഫ്രിക്ഷൻ ഈസ് ഗിവിങ് ആൻ ഓപ്പോസിറ്റ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഹി പുള്ളിങ് ദിസ് ബോക്സ്. ഇയാൾ പുള്ളി ചെയ്യുന്നതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇനി നോർമൽ ഫോഴ്സ്, ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വസ്തുവും റെസ്റ്റിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, റെസ്റ്റിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി താഴേക്ക് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റായി ഈ സർഫസ് ഒരു ഫോഴ്സ് ചെലുത്തുന്നത് കൊണ്ടാണ് ആ ബുക്ക് ആ ടേബിളിൻ്റെ മുകളിൽ അതേപോലെ ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബുക്ക് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് ആ ബുക്ക് ടേബിളിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നത് ചോദിച്ചാൽ, വിച്ച് മീൻസ് ഭൂമി താഴേക്ക് mg എമൗണ്ട് ഓഫ് ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഡെസ്ക് ബുക്കിൽ എത്ര ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്? mg എമൗണ്ട് തന്നെ പ്രയോഗിക്കുന്നുണ്ട്. സിൻസ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ, അതൊരു സ്റ്റാറ്റിക് ആയിട്ടിരിക്കുകയാണല്ലോ. സോ അതിന് നോർമലായിട്ട് ഇരിക്കുന്ന സർഫസിന് നോർമലായി പ്രയോഗിക്കപ്പെടുന്ന ബലം ആയതുകൊണ്ട് അതിന് എന്തെന്ന് പറയുന്നത്? നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ടെൻഷൻ, ഒരു പുള്ളി സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. കപ്പിയും കയറും എന്ത് ചെയ്യുന്നു? ഇതാണ് ബക്കറ്റ്. ആൻഡ് മോർ ഓവർ ഞാൻ എന്ത് ചെയ്യുന്നു? വെള്ളം കോരുന്നു. ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് കൃത്യമായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. ഈ പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്ന വസ്തുവിൽ കിട്ടുന്നുണ്ട്. സോ ഇതാണ് കോണ്ടാക്ട് ഫോഴ്സ്. നോൺ കോണ്ടാക്ട് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ്, ഇതെല്ലാം നോൺ കോണ്ടാക്റ്റ് ആണ്. ഇതിനകത്ത് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും അറിയാം, ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന 4 ഫോഴ്സുകളുണ്ട്. ഗ്രാവിറ്റേഷണൽ, ഇലക്ട്രോസ്റ്റാറ്റിക്, വീക്ക് ന്യൂക്ലിയർ, സ്ട്രോങ് ന്യൂക്ലിയർ. ഈ പറയുന്ന ഫോഴ്സുകളെല്ലാം എന്ത് ഫോഴ്സാണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സുകളാണ്.
ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഈ പറയുന്ന 4 പേരും എന്ത് ഫോഴ്സുകളാണ്? 4 പേരും ഫണ്ടമെൻ്റൽ ഫോഴ്സുകളാണ്. ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ ഫണ്ടമെൻ്റൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഇസ് എ ഫണ്ടമെൻ്റൽ ഫോഴ്സ് ആൻഡ് ന്യൂക്ലിയർ ഫോഴ്സിനെ 2ആയിട്ട് തിരിക്കാം, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അതാണ് കോണ്ടാക്റ്റും നോൺ കോണ്ടാക്റ്റും. ശരി, മൂവിങ് ഫോർവേഡ്, അടുത്ത നമുക്ക് പറയാനുള്ളത് റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ ഐഡിയ ആണ്. ഒന്നുമില്ല, ഈ താഴത്തെ എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ മതി. നോക്കിക്കേ, ഇവർ ഈ ഡെസ്കിനെ 150 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് ഈ വശത്തേക്ക് തള്ളുന്നുണ്ട്. അതേസമയം അപ്പുറത്ത് നിൽക്കുന്നവർ 120 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തള്ളുന്നുണ്ട്. ചുമ്മാ ആലോചിച്ച് നോക്കിയേ, ഈ ഡെസ്ക് ഏത് വശത്തേക്ക് പോവും? ഏത് വശത്തോടാണോ കൂടുതൽ ഫോഴ്സ് കൊടുത്തേക്കുന്നത് അങ്ങോട്ട് പോവും. ശരിയല്ലേ? ഒരു വടംവലി ആലോചിച്ച് നോക്കിയേ, 2 സൈഡിൽ നിൽക്കുന്നതിൽ ഏത് വശത്തുള്ളവരാണോ കൂടുതൽ ഫോഴ്സ് ചെലുത്തുന്നത് ആ സ്ഥലത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കും ജയിക്കുന്നത്. ദ സെയിം വേ ഇതിനെയാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എടാ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ടോട്ടൽ സിസ്റ്റമാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഈ സിസ്റ്റത്തിൽ ഇവർ ഈ ഡയറക്ഷനിലേക്ക് 120 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നുണ്ട്, ഇവർ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 150 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ഇഫക്റ്റീവായി എത്ര ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്? അതെന്താ ഇഫക്റ്റീവ്? നോക്കിയടാ, ഇങ്ങോട്ട് പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്താൽ അതിന് ഓപ്പോസിറ്റായി പ്രയോഗിക്കപ്പെടുന്ന ആളെ എന്തായി എടുക്കേണ്ടി വരും? നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ പോസിറ്റീവായിട്ട് പോകുന്നത് 150 ന്യൂട്ടണാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് പോകുന്നത് 120 ന്യൂട്ടണാണ്. വിച്ച് മീൻസ് 150 മൈനസ് 120 എത്ര? 30 ന്യൂട്ടൺ മാത്രമേ ഇഫക്റ്റീവായി ഈ ഡെസ്കിന് മുകളിൽ പ്രയോഗിക്കപ്പെടുന്നുള്ളൂ. അതായത് എന്ത് സംഭവിക്കും? ഈ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ 30 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. സോ ദിസ് ഡെസ്ക് വിൽ ബി മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇതാണ് റിസൾട്ടൻ്റ് ഫോഴ്സ്. അതായത് വെൻ മോർ ദാൻ വൺ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്ട് അറ്റ് ദ സെയിം ടൈം the sum of forces acting on the object will be the effective force or the resultant force. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അതായത് ഒരു ബോക്സ് ആൻഡ് ഈ ബോക്സിനെ ഞാൻ ഇങ്ങോട്ട് 10 ന്യൂട്ടൺ ബലവും ഇങ്ങോട്ട് 50 ന്യൂട്ടൺ ബലവും കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന ആരായാലും പറയും ഈ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് നീങ്ങും. എത്ര ന്യൂട്ടൺ ബലത്തിൽ? വിത്ത് 14 ന്യൂട്ടൺ ഇൻ ദിസ് സൈഡ്. എങ്ങനെ കണ്ടുപിടിച്ചു? 50 ന്യൂട്ടൺ ഞാൻ അങ്ങോട്ട് കൊടുത്തു, തിരിച്ചൊരു 10 ന്യൂട്ടൺ വരുന്നുണ്ട്. സോ മൈനസ് 10 ന്യൂട്ടൺ. സോ 40 ന്യൂട്ടൺ ആയിരിക്കും അങ്ങോട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യില്ല? അനങ്ങില്ല. അതായത് ഇങ്ങോട്ടേക്ക് കൊടുത്ത ബലം 150 ന്യൂട്ടണും അങ്ങോട്ടേക്ക് കൊടുത്ത ബലം 150 ന്യൂട്ടണും ആണെന്നുണ്ടെങ്കിൽ ഈ ഡെസ്ക് ഇവിടെ തന്നെ ഇരിക്കും, അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. ചില വടംവലി മത്സരങ്ങളിൽ കണ്ടിട്ടില്ലേ, ഇവിടെ നിൽക്കുന്നവരും അവിടെ നിൽക്കുന്നവരും ഒരുപോലെ ശക്തന്മാരായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന വടത്തിൻ്റെ നടുക്കുള്ള ഒരു റിബൺ കുറച്ച് അധിക നേരം എവിടെ നിൽക്കും? ഈ സെൻട്രൽ ലൈനിൽ തന്നെ നിൽക്കും. ആൻഡ് ആഫ്റ്റർ വൺ ഓഫ് ദ ടീംസ് ഈസ് ബീങ് എക്സോസ്റ്റഡ്, ഒരു ടീം എക്സോസ്റ്റഡ് ആകുമ്പോഴത്തേക്ക് മറ്റേ ടീം എന്ത് ചെയ്യും? ഇത് വലിച്ചെടുക്കും. സോ ഇതാണ് ദ ഐഡിയ ഓഫ് റിസൾട്ടൻ്റ് ഫോഴ്സ്. റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയാലെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 ന്യൂട്ടൺ അങ്ങോട്ടും 180 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടും കൊടുത്താൽ യു വിൽ ബി ഒബ്റ്റൈനിങ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് 0. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ദർ വിൽ ബി നോ മോഷൻ ഹാപ്പനിങ് ദർ. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് കഴിഞ്ഞു. ഇനി ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും. എടാ, ബാലൻസ്ഡ് ഫോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 150 ന്യൂട്ടൺ ഇങ്ങോട്ടും 180 ന്യൂട്ടൺ അങ്ങോട്ടും കൊടുത്താൽ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 150 മൈനസ് 150. ബിക്കോസ് ഇങ്ങോട്ട് പോകുന്നതിനെ പ്ലസ് എന്നെടുത്താൽ ഇങ്ങോട്ട് പോകുന്നതിനെ മൈനസ് എന്ന് എടുക്കേണ്ടി വരും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വിച്ച് മീൻസ് 0 ന്യൂട്ടൺ. ഇതിനകത്ത് എന്തെങ്കിലും ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. വിച്ച് മീൻസ് അത് അവിടെ തന്നെ ഇരിക്കും. ഈ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ചെയ്യാണ്. ഇങ്ങോട്ട് 200 ന്യൂട്ടണിൽ പുള്ളി ചെയ്യുന്നു, അങ്ങോട്ട് 200 ന്യൂട്ടണിൽ പുള്ളി ചെയ്യുന്നു. അങ്ങോട്ട് അതായത് റൈറ്റിൽ പോകുന്ന ഡയറക്ഷനെ പോസിറ്റീവായിട്ട് എടുത്താൽ +200 -200 എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി 0. വിച്ച് മീൻസ് ഇഫക്റ്റീവായ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇവിടെ മൂവ്മെൻ്റ് ഒന്നും നടക്കത്തില്ല. പുറകിലത്തെ കണ്ടീഷനിലൊന്ന് പോയാൽ നോക്കിയേടാ, ഈ ഒരു ബുക്ക് മേശപ്പുറത്തിരിക്കുന്നതുണ്ടോ? ഈ ബുക്ക്
ഈ മേശപ്പുറത്ത് പ്രത്യേകിച്ച് ചലനമൊന്നും ഇല്ലാതിരിക്കാൻ കാരണം ഇവിടുത്തെ ഫോഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്താണ്, 0 ആണ്. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് താഴേക്ക് ആര് ഭാരം ചെലുത്തുന്നുണ്ട്, ഭൂമി ഈ ബുക്കിനെ താഴേക്ക് വലിക്കുന്നുണ്ട്. പക്ഷേ ഈ ബുക്ക് ഇരിക്കുന്ന ഡെസ്ക് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇയാൾ അനങ്ങാതിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, നോർമൽ ഫോഴ്സ് എന്ന് വിളിച്ചത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ശരി. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ആർ സെഡ് ടു ബി ബാലൻസ്ഡ് ഇഫ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് 0. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സച്ച് ഫോഴ്സസ് ക്യാൻ നെയ്തർ മൂവ് ആൻ ഒബ്ജെക്റ്റ് അറ്റ് റെസ്റ്റ് ഓർ നോർ ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് ഓർ സ്പീഡ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഇൻ മോഷൻ. അതായത് ഈ പറയുന്ന പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും എന്ത് ചെയ്തേക്കുന്നു, ഒരേ സ്പീഡിൽ 2 വണ്ടികൾ, ഫോർ എക്സാമ്പിൾ ഒരു കാറുണ്ട്, ഈ കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട്. സോ ഫ്രണ്ടിലുള്ളൊരു കാറ് എന്ത് ചെയ്യുന്നു, ഒരു 60 km/h ഇവിടെ നിർത്തുന്നു. സോ ഈ വണ്ടി എന്തോ ചെയ്യും, ഇതിപ്പോൾ 60 km/h പോയിക്കൊണ്ടിരിക്കുക, ഈ വണ്ടിയും 60 പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി എന്ന് ഇതിലിടിക്കുന്നു. ഇടിച്ചാൽ എന്ത് ചെയ്യും, ഈ വണ്ടി 60 പോകുന്നത്, ഇതും 60 തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനോ യൂണിഫോം മോഷനിൽ അല്ലെങ്കിൽ മോഷനിലിരിക്കുന്ന സ്പീഡുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ എന്തുകൊണ്ട് പറ്റില്ല, ബാലൻസ്ഡ് ഫോഴ്സ് കൊണ്ട് പറ്റില്ല. ഓക്കെ, അതാണ് ബാലൻസ്ഡ് ഫോഴ്സിൻ്റെ ഐഡിയ. ഇനി എന്താ അൺബാലൻസ്ഡ് ഫോഴ്സ്? ഞാൻ ആദ്യം പറഞ്ഞ ഐഡിയ തന്നെ, 150 ന്യൂട്ടൺ അങ്ങോട്ട് 120 ന്യൂട്ടൺ ഇങ്ങോട്ട്, വിച്ച് മീൻസ് റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 അല്ല. വിച്ച് മീൻസ് 30 ന്യൂട്ടൺ ബലത്തിൽ ഇവർ അങ്ങോട്ട് തള്ളും, ഈ ഡെസ്ക് അങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവർ 150 ന്യൂട്ടണിൽ അങ്ങോട്ടാണ് തള്ളുന്നത്, ഇവിടെ ആരുമില്ല, ഇവിടെ ഇങ്ങോട്ട് ബലം 0 വിച്ച് മീൻസ് 150 - 0, ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന ബലം 150 ന്യൂട്ടൺ ആണ്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയിരിക്കത്തില്ല. ഒരു ബാലൻസ്ഡ് ഫോഴ്സിന് റെസ്റ്റിലിരിക്കുന്ന ഒരാളെ മൂവ് ചെയ്യിക്കാനോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഡയറക്ഷൻ മാറ്റാനോ സ്പീഡ് മാറ്റാനോ ഉള്ള കഴിവില്ല. അതേസമയം അൺബാലൻസ്ഡ് ആയ ഒരു ഫോഴ്സിന് റിസൾട്ടൻ്റ് ഫോഴ്സ് നോൺ 0 ആയിരിക്കും. അയാൾക്ക് റെസ്റ്റിലിരിക്കുന്ന ഒരാളെ മൂവ് ചെയ്യാനോ മോഷനിൽ ഒരാളുടെ ഡയറക്ഷനോ സ്പീഡോ മാറ്റാനോ സാധിക്കും. ഓക്കെ, ഇതാണ് ബാലൻസ്ഡും അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്ക് 2 ഫോഴ്സുകളൂടെ പഠിച്ചതിന് ശേഷം ഞാൻ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ പറയാം. അടുത്തതാണ് ഇൻറ്റേർണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും. എടാ നോക്കിയേ, ഇയാൾ ഈ ബോക്സിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഇയാൾ തറയിലാണ് നിൽക്കുന്നത്, ഇയാൾ തറയിൽ നിന്നുകൊണ്ട് ഫോഴ്സ് എങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നു, ബോക്സിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബോക്സ് എന്തായാലും എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ശരിയല്ലേ? ഇതാണ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, ഒരു ഔട്ട്സൈഡ് ഏജൻറ്റ് ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. വടം വലിയാവാം, ഒരു ബോക്സ് തള്ളുന്നതാവാം, കാറ് തള്ളുന്നതാവാം, ഡോറ് തുറക്കുന്നതാവാം. ഇതൊക്കെ എന്താണ്, പുറത്ത് നിൽക്കുന്ന ഞാൻ മറ്റൊരു സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഫോഴ്സ്. അതായത് ഈ പറയുന്ന ബോക്സ് ആണ് സിസ്റ്റം എന്നുണ്ടെങ്കിൽ ബോക്സിന് പുറത്ത് നിന്നാണ് ഞാൻ എന്ത് പ്രയോഗിക്കുന്നത്, ബലം പ്രയോഗിക്കുന്നത്. അതിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്, ദാറ്റ്സ് വാട്ട് ഐ കോൾ ആസ് ദ ഐഡിയ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ഈസ് എക്സേർട്ടഡ് ഓൺ എ സിസ്റ്റം ബൈ ആൻ ഏജന്റ് ഔട്ട്സൈഡ് ദ സിസ്റ്റം. ഇതാണ് സിസ്റ്റം, ബോക്സ് ആണ് സിസ്റ്റം. ആൻഡ് ഈ സിസ്റ്റത്തിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ഏജന്റ് ആണ്, അല്ലെങ്കിൽ പുറത്ത് നിന്നാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇന്റേണൽ ഫോഴ്സ് എന്താ? ഇന്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് ആ സിസ്റ്റത്തിലേക്ക് തന്നെ ബലം പ്രയോഗിക്കുന്നു. അതായത് കസേരയിൽ ഇരുന്നിട്ട് കസേര പൊക്കാൻ നോക്കുക വിത്തൗട്ട് ടച്ചിങ് എനിവെയർ, അല്ലെങ്കിൽ കാറിനകത്തിരുന്ന് ഡാഷ്ബോർഡ് തള്ളിയിട്ട് കാറ് തള്ളാൻ നോക്കുക. ഈ പറയുന്ന പോലെ CID മൂസ സിനിമയിൽ പറയുന്ന പോലെ ഈ കാറ് തള്ളാൻ ഞാൻ മാത്രം മതി എന്ന്. പക്ഷേ അതെന്താ ഐഡിയ? അത് എക്സ്റ്റേണൽ ഫോഴ്സ്. അതെന്തുകൊണ്ടാണ് എക്സ്റ്റേണൽ ഫോഴ്സ് ആവുന്നത്? ആ കാറിൻ്റെ അകത്ത് നീളത്തിലൊരു ദ്വാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ അതിൽ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി പിന്നെ സിസ്റ്റത്തിനകത്തല്ല, സിസ്റ്റത്തിന് പുറത്താണ്. ഹീസ് ടച്ചിങ് ദ ഗ്രൗണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ് തള്ളാൻ പറ്റും. അല്ലാതെ കാറിനകത്തിരുന്ന് കാറ് തള്ളാൻ പറ്റില്ല, ബിക്കോസ് ആ കാർ ആ സെൻറ്റർ ഒരു സിസ്റ്റമാണ്.
ശരി, അതുപോലെ തന്നെയാണ് ഇവിടെ ഓട്ടോയുടെ മുണ്ടയിൽ കയറി നിന്ന് ഓട്ടോ തള്ളിയാൽ ഓട്ടോ നീങ്ങുമോ? ഇല്ല. ബിക്കോസ് എന്താ കാര്യം? ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ സിസ്റ്റത്തിലാണ്. സോ വൺ പാർട്ട് ഓഫ് എ സിസ്റ്റം ഓൺ അനദർ പാർട്ട് ഓഫ് എ സിസ്റ്റം വിത്തിൻ ദ സെയിം സിസ്റ്റം. ക്ലിയർ ആയോ? അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് പുറത്ത്, ഫോർ എക്സാമ്പിൾ ഒരു ബോക്സ് തള്ളുന്നു എന്നെങ്കിൽ ബോക്സ് ആണ് സിസ്റ്റം. ബോക്സിന് പുറത്ത് നിന്ന് ബോക്സ് തള്ളിയാലേ ബോക്സ് നീങ്ങത്തുള്ളൂ. അല്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബോക്സ് ആണ് സിസ്റ്റം, ബോക്സിൻ്റെ മുകളിൽ കയറി നിന്ന് ഇങ്ങനെ ഫോഴ്സ് പ്രയോഗിച്ചാൽ ഒരു കാരണവശാലും ബോക്സ് അനങ്ങില്ല. അല്ലെങ്കിൽ ഞാൻ ബോക്സിൻ്റെ അകത്ത് കയറി നിന്ന് ബോക്സ് തള്ളാൻ നോക്കിക്കഴിഞ്ഞാൽ ബോക്സ് എന്ത് ചെയ്യില്ല, അനങ്ങില്ല. അനങ്ങും. ഇവിടെ ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഉരുളും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് മൂവ്മെൻറ്റ്, ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ജോമെട്രി ഓഫ് ദാറ്റ് ബോക്സ്. ഓക്കെ, നൗ രണ്ടാമത്തെ ഐഡിയ എന്താ? മീൻസ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഒരു കാറ്, ആ കാറ് തള്ളണമെന്നുണ്ടെങ്കിൽ കാർ ഈസ് ദ സിസ്റ്റം. കാറിന് പുറത്തിറങ്ങി ഫോഴ്സ് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കാർ മൂവ് ചെയ്യത്തുള്ളൂ. സോ ദാറ്റ്സ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അല്ല, കാറിനകത്തിരുന്ന് ഡാഷ്ബോർഡിൽ തള്ളിയാൽ എന്ത് സംഭവിക്കും? ദാറ്റ്സ് ആൻ ഇന്റേണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സസ് ക്യാൻ ചേഞ്ച് ദ ഓവറോൾ മോഷൻ ഓഫ് എ സിസ്റ്റം. മനസ്സിലായല്ലോ? കാർ പുറത്തിറങ്ങി തള്ളിയാലേ കാർ നീങ്ങത്തുള്ളൂ, അകത്തിരുന്ന് തള്ളിയാൽ കാർ എന്ത് ചെയ്യില്ല, നീങ്ങില്ല. അണ്ടിൽ ആൻഡ് അൺലെസ് ഇറ്റ് ഈസ് CID മൂസയിലെ പുള്ളി ഉണ്ടാക്കുന്ന കാറാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? കാറാണ് സിസ്റ്റം, പക്ഷേ പുള്ളിക്കാരൻ കാറിനകത്തൊരു ഓട്ടം ഉണ്ടാക്കുമ്പോൾ ഈ സിസ്റ്റം എന്തുമായിട്ടാണ് ഇപ്പം ബീയിങ് അറ്റ് സറൗണ്ടിങ്ങുമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് പുള്ളി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് സിസ്റ്റത്തിലല്ല, റോഡിലാണ്. റോഡ് സിസ്റ്റവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. സോ ദ കാർ മൂവ്സ്. ഓക്കെ, എനിവേ, അടുത്തത് ഇന്റേണൽ ഫോഴ്സസ് ക്യാൻസൽ ഔട്ട് ഇൻ പെയർസ്. അതായത് എന്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യാത്തത്? ഞാൻ ഇതിനകത്ത് നിന്ന് അങ്ങോട്ട് ബലം കൊടുക്കുമ്പം ഇത് അതേ ബലം എനിക്ക് തിരിച്ചു തരുന്നുകൊണ്ടിരിക്കുകയല്ലേ. വിച്ച് മീൻസ് ഇന്റേണൽ ഫോഴ്സുകൾ എപ്പോഴും എന്തായിട്ട് കാണപ്പെടും? ഇൻ പെയർ ആയിട്ട് കാണപ്പെടും. ആൻഡ് കനോട്ട് ചേഞ്ച് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ മോഷൻ ഓഫ് ദ സിസ്റ്റം ആസ് എ ഹോൾ. അതായത് ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും സിസ്റ്റത്തിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം നടക്കും. അതായത് സർക്കുലർ ആയിട്ടൊരു സിസ്റ്റത്തിൽ ഇരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സർക്കിളിനെ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഇതിൻ്റെ എന്തിനു ഉപയോഗിക്കുകയാണ്? സെൻറ്റർ ഓഫ് മാസിനെ ഉപയോഗിക്കുകയാണ്. ഓക്കെ, അത് അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് സംശയം തോന്നിയാൽ ദാറ്റ് ഈസ് നോട്ട് ദിസ് ഐഡിയ, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ആൻ അനദർ ഐഡിയ എന്നും പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അങ്ങോട്ടേക്ക് പോയാൽ നമുക്ക് ഇനി എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പം അത്രയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു, റിസൾട്ടൻ്റ് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു, എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു, ഇന്റേണൽ ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു, ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും പഠിച്ചു. ശരിയല്ലേ? ഫോഴ്സ്, റിസൾട്ടൻ്റ് ഫോഴ്സ്, ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ്, ഇന്റേണൽ ഫോഴ്സ്, ഇത്രയും കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കും. ഇനി ഇതിലേറ്റവും മിടുക്കൻ അല്ലെങ്കിൽ ദ ടോപ്പ് നോച്ച് എന്ന് പറയുന്നതാണ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇവിടെ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബാലൻസ്ഡ് മീൻസ് ബാലൻസ്ഡ് അല്ലാത്ത, എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ ഇന്റേണൽ അല്ലാത്ത. ഇതെന്തുകൊണ്ട് ഇയാൾ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് മാത്രമേ ഒരു ഒബ്ജക്റ്റിൻ്റെ കോഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരാളെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ബോക്സ് റെസ്റ്റിലിരിക്കുക, എനിക്ക് ഇയാളെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ഫോഴ്സ് ദാറ്റ് ഐ വിൽ ബി പ്രൊവൈഡിങ് ഈസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. കാരണം ഒന്ന് ബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ ഇത് മൂവ് ചെയ്യത്തില്ല. അപ്പോൾ എന്ത് ഫോഴ്സ് കൊടുക്കണം? അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. ഇനി വെറുതെ അൺബാലൻസ്ഡ് ഫോഴ്സ് അകത്ത് കയറി നിന്ന് കൊടുത്താൽ ശരിയാവുമോ? ഇല്ല, പുറത്തിറങ്ങി കൊടുക്കണം. അതായത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ എന്തിനുള്ള കഴിവുള്ളൂ? ക്യാൻ ചേഞ്ച് ഓർ ടെൻഡ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ റെസ്റ്റിലിരിക്കുന്ന ഒരു സിസ്റ്റത്തെ എന്ത് ചെയ്യാൻ, സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ കോഴ്സ് ചേഞ്ച് ചെയ്യാനോ എന്തിനെ സാധിക്കത്തുള്ളൂ? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിനെ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാറിനകത്ത് തന്നെ ഇരുന്നല്ലേ ബ്രേക്ക് ഔട്ടുന്നത്? അതെ, കാറിനകത്ത് തന്നെ ഇരുന്നാണ് ബ്രേക്ക് ഔട്ടുന്നത്. ബ്രേക്ക് അപ്ലൈ ആവുന്നത് എവിടെയാടാ? ടയറിൽ. ടയർ എന്തുമായിട്ടാടാ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? റോഡുമായിട്ട്. റോഡ് സിസ്റ്റമാണോടാ? അല്ല, സിസ്റ്റത്തിൻ്റെ ഔട്ട് സൈഡാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ. പക്ഷേ അത് നമ്മൾ കൊടുക്കുന്നത് സിസ്റ്റത്തിനകത്തിരുന്നാണെങ്കിലും ഇറ്റ് ഈസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ഈസ് ബീങ് അഫക്റ്റഡ് ഓൺ ദ ടയർ ആൻഡ് ദ റോഡ്. നമ്മൾ കാറിനെ അല്ല അവിടെ സിസ്റ്റമായിട്ട് സങ്കല്പിക്കേണ്ടത്. ക്ലിയർ ആണോ? കാറിൻ്റെ ടയർ അവിടെ തൊടുന്നുണ്ട്, റോഡിൽ തൊടുന്നുണ്ട്. വിച്ച് മീൻസ് ടയർ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ്ററാക്ടിങ് ഔട്ട് സൈഡ് ദ സിസ്റ്റം ആൻഡ് ദ കാർ സ്റ്റോപ്സ്. ഫൈൻ. അപ്പോൾ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ടൈപ്പ് ഈസ് ദ ഓൺലി ഫോഴ്സ് which is capable of
ചേഞ്ചിങ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു സാധനത്തിൻ്റെ വെലോസിറ്റി മാറ്റണമെങ്കിൽ അവിടെ എന്ത് ഫോഴ്സ് കൊടുക്കണം? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ബ്രേക്ക് എന്താണ്? 60 km/h പൊക്കോണ്ടിരിക്കുന്ന ഒരു വണ്ടി, 60 km/h പൊക്കോണ്ടിരിക്കുന്ന ഒരു വണ്ടി, ഞാൻ ഈ വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടുന്നു എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യാണ്? ഞാൻ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്, ബ്രേക്ക് പാഡിൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ആ ഫോഴ്സ് എന്ത് ചെയ്യും? റോഡിൽ ആക്ട് ചെയ്യപ്പെടും, ശരിയല്ലേ? റോഡും ഫോഴ്സും തമ്മിലൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, അൺബാലൻസ്ഡ് എക്സ്റ്റേണലുമാണ്. സോ വണ്ടി എന്ത് ചെയ്യും? സ്പീഡ് കുറയും അല്ലെങ്കിൽ വെലോസിറ്റി കുറയും. സോ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ക്യാൻ ഓൺലി ചേഞ്ച് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ എ സിസ്റ്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് എന്ത് ചെയ്യാം? ഫ്രം ദ ബിഗിനിങ് ഒന്ന് നോക്കാം. നമ്മൾ പഠിച്ച സാധനങ്ങൾ, ഒന്ന് ഫോഴ്സ്, നമ്മൾ അതിനെ രണ്ടായി തിരിച്ചു, എക്സ്റ്റേണൽ ഫോഴ്സ് എന്നും ഇൻറ്റേർണൽ ഫോഴ്സ് എന്നും. എക്സ്റ്റേണൽ ഫോഴ്സുകളെ രണ്ടാക്കാം. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഫോഴ്സും ആവാം, അൺബാലൻസ്ഡ് ഫോഴ്സും ആവാം, അല്ലേ? ഇവിടുന്ന് തള്ളുന്ന ആൾക്ക് 150 ന്യൂട്ടൺ കൊടുക്കാം, അവിടുന്ന് ഇങ്ങോട്ട് തള്ളുന്ന ആൾ 150 ന്യൂട്ടൺ കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് a balanced ഫോഴ്സ്. അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളുന്ന ആൾ 200 ന്യൂട്ടണാണ് കൊടുക്കുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളുന്ന ആൾ 150 ന്യൂട്ടണാണ് കൊടുക്കുന്നത്, വിച്ച് മീൻസ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു 50 ന്യൂട്ടൺ ഉണ്ട്, വിച്ച് മീൻസ് ദ ബോക്സ് വിൽ ബി ഗോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ദാറ്റ് ഈസ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് കംസ് ഇൻ പെയർ ആൻഡ് ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ഫോഴ്സ്. ഇന്റേണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് എ ബാലൻസ്ഡ് ഫോഴ്സ്. ഇനി ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ അതിൻ്റെ മോഷനെയോ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതേസമയം അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യാം? ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ അതിൻ്റെ മോഷനെയോ ടാമ്പർ ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി ഇൻറ്റേർണൽ ഫോഴ്സിന് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. പുള്ളിക്കാരൻ എന്താ പറയുക, ഇൻറ്റേർണലി അവിടെ തന്നെ ഇരിക്കുകയാണ്. റിസൾട്ട് ഇൻ സീറോ ആക്സിലറേഷൻ ഫോർ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. സീറോ ആക്സിലറേഷൻ ഉണ്ടാക്കാനേ ആർക്ക് കഴിയത്തുള്ളൂ? ഇൻറ്റേർണൽ ഫോഴ്സിന് കഴിയത്തുള്ളൂ. സോ ഇതാണ് എക്സ്റ്റേണൽ ഫോഴ്സും ഇൻറ്റേർണൽ ഫോഴ്സും. ആൻഡ് വൈ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ് ഫോഴ്സ് ദർ. ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഇറ്റ് ഈസ് ദ ഗ്രേറ്റ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ ഫ്രം ദ ബിഗിനിങ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോഴ്സിനെ കുറിച്ചാണ്. സോ ഞാൻ ഫോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത് എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. പുഷ് ഓർ പുൾ എന്ന് പറയുന്ന ബേസിക് ഐഡിയ നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കും വെൻ ഇറ്റ് കംസ് ടു ലോസ് ഓഫ് മോഷൻ. സോ പുഷ് ഓർ പുള്ളിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. വെക്ടർ ക്വാണ്ടിറ്റിയാണ്, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡിറക്ഷനും ഉണ്ടാവും. ശരി, രണ്ടാമത്തെ കാര്യം, ഫോഴ്സുകളെ രണ്ടായി തിരിക്കാം, കോണ്ടാക്റ്റ് എന്നും നോൺ കോണ്ടാക്റ്റ് എന്നും. അതായത് ഇഫ് ദ ഫോഴ്സ് ഈസ് ബീയിങ് ഇൻ ഫിസിക്കലി കോണ്ടാക്ട്, അതായത് രണ്ടുപേരും തമ്മിൽ കോണ്ടാക്റ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ, കോണ്ടാക്ട് ചെയ്യാത്ത ഫോഴ്സ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എന്തിന് ഈ പറയുന്ന ആപ്പിളുമായിട്ട് ഇൻ കോണ്ടാക്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ പുള്ളി ചെയ്തത്. വിച്ച് മീൻസ് ഇറ്റ് ഡസ് നോട്ട് മീൻ ദറ്റ് എന്താ ഫിസിക്കലി ഇൻ കോണ്ടാക്റ്റ് ഇല്ല, അതേസമയം ദർ ഇസ് എ കോണ്ടാക്ട് ബിറ്റ്വീൻ ദം. അങ്ങനെയാണ് കോണ്ടാക്റ്റും നോൺ കോണ്ടാക്റ്റ് ഫോഴ്സും വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടു. അടുത്ത വരുന്നത് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഐഡിയ, അതായത് ഇഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഐഡിയ. ഒരു സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും കൂടെ തമ്മിൽ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോ കിട്ടും. അതിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ആ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞത് ബാലൻസ്ഡും അൺബാലൻസ്ഡുമായ ഫോഴ്സ്. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് വെയർ എന്തായിരിക്കും ഐഡിയ? ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കും, മോഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി ഫോഴ്സ് അൺബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയിരിക്കത്തില്ല, വിച്ച് മീൻസ് ദർ ഇസ് എ മോഷൻ. ഇനി എക്സ്റ്റേണൽ ഫോഴ്സും ഇൻറ്റേർണൽ ഫോഴ്സും ഉണ്ട്. ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒരു കാരണവശാലും ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യത്തില്ല. പക്ഷേ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇനി ആൻഡ് ഫൈനലി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈ കൂട്ടത്തിലെ ഏറ്റവും കേമൻ. വൈ? ബിക്കോസ് ഇയാൾക്ക് മാത്രമേ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ ചേഞ്ച് ചെയ്യാനും ആൻഡ് മോർ ഓവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ അതിൻ്റെ മൂവ്മെൻറ്റിൽ മാറ്റം വരുത്താൻ, അതിൻ്റെ വെലോസിറ്റിയിലോ സ്പീഡിലോ മാറ്റം വരുത്താനോ സാധിക്കുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ഈ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സാണ്. ക്ലിയർ ആയോ? സോ ഇത്രയാണ് നമുക്ക് ഫോഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് വിൽ ബി ദ ഐഡിയ ഓഫ് ലോസ് ഓഫ് മോഷൻ. കാരണം ലോസ് ഓഫ് മോഷൻ്റെ പ്രീ റെക്വിസിറ്റ് ആയിട്ടാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. കാരണം ഫോഴ്സ് ഓഫ് നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാവും. ഇതുണ്ടായത് കൊണ്ട് നമുക്ക് ലോസ് ഓഫ് മോഷൻ പഠിക്കാൻ കുറച്ചധികം എളുപ്പമായിരിക്കും. ബിക്കോസ് വി ഓൾറെഡി സ്റ്റഡീഡ്. നമ്മൾ ഈ പാകം ചെയ്യുമ്പോൾ നേരത്തെ സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ട് പാചകം ചെയ്യുന്നത് പോലെയാണ് ഇത്. അല്ല,
അതിൻ്റെ ഇടയ്ക്ക് സാധനങ്ങൾ എടുക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഐ ജസ്റ്റ് തോട്ട് മീൻസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് മോഷൻ കുറച്ചുകൂടെ എളുപ്പമായിട്ടിരിക്കും. സോ ദാറ്റ്സ് വൈ വി ഹാവ് ഡിസ്കസ്ഡ് ദ ഐഡിയാസ് ഓഫ് ഫോഴ്സ്. സോ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിൽ മീറ്റ് അഗെയിൻ. അതുവരേക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.